ഗൈസ് വെൽക്കം ബാക്ക് മച്ചാന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതിന് ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക മച്ചാന്മാരെ. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ നിങ്ങൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക നൈറ്റ് ലൈവ് ഉണ്ട് 8 മണിക്ക്, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും മച്ചാന്മാരെ. സോറി കേട്ടോ, ഇന്ന് ഞാൻ എന്താ പറയുക നമ്മുടെ ജെറാഡിന്റെയും പിന്നെ നമ്മുടെ വിൽഷെയറിനെ റിവ്യൂ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ മച്ചാന്മാരെ ആ ഒരു വീഡിയോ സെറ്റ് ആയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ റിവ്യൂ, അതായത് ഒരു അക്കൗണ്ട് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാം റിവ്യൂ ചെയ്യാന്ന്. അപ്പൊ മച്ചാന്മാരെ നിങ്ങളെല്ലാരും എന്താ പറയാ നമ്മുടെ തമ്മിലേയും കണ്ട പോലെ മച്ചാന്മാരെ എന്താ പറയാ നമ്മൾ ഇതുവരെ നമ്മൾ ഈ ഒരു പോലത്തെ അക്കൗണ്ട് റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ മച്ചാന്മാരെ ഏകദേശം ഒരു എന്താ പറയാ 2 ലക്ഷം രൂപയുടെ, അതായത് ഗൈസ് എന്താ പറയാ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടാട്ടോ ആ ഒരു ഇത് വെച്ചത്. 2 ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചാന്മാരെ നിങ്ങൾ ജസ്റ്റ് എന്താ പറയാ ഇതിന്റെ ഒരു റേറ്റിംഗും അതുപോലെ തന്നെ ജസ്റ്റ് എത്ര ഫണ്ടുകൾ ഉണ്ടാവും ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം അത്രത്തോളം നല്ലൊരു അക്കൗണ്ടാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ഇതിൽ കിട്ടിക്കഴിഞ്ഞ കാരണം നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പൊ മച്ചാന്മാരെ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. മച്ചാന്മാരെ ഈ ഒരു നമ്മുടെ മച്ചാന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു അക്കൗണ്ടാണ്. കാരണം അത്യാവശ്യം നല്ല കാർഡുകളും പിന്നെ അത്യാവശ്യം നല്ല മാനേജേഴ്സ് പാക്കുകളും നല്ല കോയിനും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ മച്ചാന്മാരെ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിച്ച് പവറാക്കട്ടോ മച്ചാന്മാരെ. അപ്പൊ നാളെ നമുക്ക് മിക്കവാറും ഞായറാഴ്ച അല്ലേ, അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് ജെറാഡിന്റെ ഉറപ്പായിട്ട് ഞാൻ റിവ്യൂ കാര്യങ്ങൾ ചെയ്യാം. ഉറപ്പായിട്ടും മച്ചാന്മാരെ നിങ്ങൾ കുറെ പേര് പറഞ്ഞായിരുന്നു എന്റെ അക്കൗണ്ടിനെ റിവ്യൂ ചെയ്യുന്നു മച്ചാന്മാരെ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെയുള്ള വീഡിയോകൾ കണ്ടന്റുകളും സെറ്റ് ആക്കാം കേട്ടോ ഗൈസ്. നമ്മൾ ഇനി മുതൽ എന്താ പറയുക വെറൈറ്റി കണ്ടന്റുകളെല്ലാം നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാം. കാരണം നിങ്ങൾ ഉറപ്പായിട്ടും കുറെ പേര് പറഞ്ഞു തന്നു ട്രിക്ക് അല്ലാണ്ട് മച്ചാ കുറെ ഡൗട്ടും കാര്യങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാ കമന്റും കാര്യങ്ങളൊക്കെ ഇടുക, ഞാൻ ഉറപ്പായിട്ട് സെറ്റ് ആവുന്നതാണ് മച്ചാന്മാരെ. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാം. നമുക്ക് ഈ ഒരു അക്കൗണ്ടിന്റെ ഒരു ബേസ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ മച്ചാന്മാരെ, ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ മാനേജേഴ്സിനെ പറ്റി നമുക്ക് ആദ്യം തുടങ്ങാം. ഏകദേശം ഒരു 50 മാനേജേഴ്സും ഉണ്ട്. പണ്ട് തുടങ്ങിയ കേട്ടോ നമ്മുടെ മാർട്ടിനസ് ഉണ്ട്, ഡെഷാംസ് ഉണ്ട്, തോമസ് ഉണ്ട്, പിന്നെ മോണ്ടല ഉണ്ട്, ലാംബാർഡ് ഉണ്ട്. അത്യാവശ്യം ഒരു 31 മാനേജേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് എന്താ പറയാ ഇപ്പൊ നമ്മുടെ അമോറിനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രോ അല്ലാസർ ടീമാണ്. ക്യുക്ക് കൗണ്ടറാണ് 2134 ആണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം സ്കാനവരുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ലൊരു ഇപ്പൊ 1790 കോയിനുണ്ട് ഗൈസ്. അപ്പം നല്ലൊരു പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ട്. റുഡ്രി ഉണ്ട്, നമ്മുടെ ഷോർട്ട് ടൈം ബില്ലിംഗും ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയാ നമ്മുടെ ബെയിലുണ്ട്, പിന്നെ മെസ്സി ഉണ്ട്. മെസ്സി തന്നെ ഏകദേശം നമ്മുടെ എല്ലാ മെസ്സി ഉണ്ട് ഗൈസ്. ഓൾറെഡി എല്ലാം ചെക്കൻ പണ്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ല നല്ല കാര്യം കാര്യങ്ങളുണ്ട്. പിന്നെ ക്രൈഫ് ഉണ്ട്, കന്നവേര ഉണ്ട്, പിന്നെ നമ്മുടെ ഷോർട്ട് ടൈം ബാക്കുകൾ എല്ലാം ഉണ്ട് കേട്ടോ. വിനി ഉണ്ട്, നമ്മുടെ ഹാളൻഡ് ഉണ്ട്, എംബാപ്പെ ഉണ്ട്, പിന്നെ ഗ്രീസ്മാൻ ഉണ്ട്. ഓൾറെഡി ഗൈസ് നമ്മുടെ ബൂട്ട് പേസിംഗസി ഉണ്ട്, ഡെൽപിയാരോ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പാക്ക് കോയിനോളം പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രോഗ്ബ ഉണ്ട്, ബറേസി, പിർലോ, നെഡ്വേഡ്, ബിസ്ക്കറ്റ്സ്, ഹസാഡ്. മച്ചാന്മാരെ എന്തായാലും ഈ ഒരു അക്കൗണ്ടുകളൊക്കെ നമ്മുടെ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. കാരണം മച്ചാന്മാരെ അത്രയും വെർത്തായതുകൊണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ സെറ്റാക്കി എടുക്കാം. ഡെന്നിസിൽ ഓൾറെഡി എൻ്റെ ഉണ്ട്, പക്ഷെ എന്താ പറയുക റൊണാൾഡീനും ഇല്ല. പിന്നെ ഫിലിപ്പിലാമ്, കെൻഡോണ, റൊണാൾഡോ ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വന്ന കാർഡുകളെല്ലാം മച്ചാൻ എടുത്തിട്ടുണ്ട്. ഷോർട്ട് ടൈം നല്ലൊരു കോയിൻ പൊട്ടിച്ചിട്ടുണ്ട്. കാരണം റിഡീം കോഡ് അല്ല, ഓൾറെഡി അവൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് നല്ലൊരു കോയിൻ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ മച്ചാന്മാരെ നമുക്ക് നോക്കുകയാണെങ്കിൽ പണ്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ മാർട്ടീനസ്, പിന്നെ നമ്മുടെ മാർട്ടിനെല്ലി, കേസ് ബെറോ, ഈ ഒരു കാർഡുകളെല്ലാം ഉണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലെ ഡി ജോങ്, റിവാൾഡോ എൻ്റെ അടുത്തുണ്ട് കേട്ടോ, കാഫു, പിന്നെ നമ്മുടെ റാഫേലിയോണ്ട് ഈ ഒരു കാർഡൊക്കെ എനിക്ക് തോന്നുന്നു മച്ചാന്മാരെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡുകളൊക്കെ ഉണ്ട്. ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. കക്ക, ലൂയിസ് സുവാരസ്, ഡേവിഡ് ബെക്കാം, പിന്നെ നമ്മുടെ ഇൻസാഗി, വന്ന കാർഡുകളെല്ലാം ഉണ്ട്, ആന്റിക്കോള്, ആൽബർട്ടിനി. അപ്പൊ ഗൈസ് ഉറപ്പായിട്ടും മച്ചാന്മാരെ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാട്ടോ. കാരണം ഈ ഒരു അക്കൗണ്ട് നമ്മൾ എത്ര എന്താ പറയാ കോയിനോളം, അതായത് ഗൈസ് ഒരു റുപ്പീസ് എത്രയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക. ചിലപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ അതിലും കൂടുതൽ വർത്തായിരിക്കും. കാരണം ഇത്രയും നല്ല അക്കൗണ്ട് എനിക്ക് തോന്നുന്നു ഡേവിഡ് ബെക്കാം ഒക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാം ടോട്ടി ഉണ്ട്, സ്കോളസ് ഉണ്ട്, ഇക്കർ കസിലിയാസ് ഉണ്ട്, ലൂയിസ് ഫിഗോ ഉണ്ട്. ഈ ഒരു അക്കൗണ്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറക്കാം. അപ്പൊ മച്ചാന്മാരെ എനിക്ക് തോന്നുന്നു എന്തായാലും മച്ചാന്മാരെ ഒരു 50,000 മേളിലെങ്കിലും ഈ ഒരു അക്കൗണ്ട് വർത്തില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മുടെ ബുള്ളറ്റ് ഉണ്ട്, മാൽഡി ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഡെൽപിയാരോ ഒക്കെ അത്യാവശ്യം നല്ല കാർഡുകൾ കുറെ ഉണ്ട്. ക്രൈഫ്, മെസ്സി, നെയ്മർ, ബെക്കാം, പിന്നെ നമ്മുടെ ഡേവിഡ് വില്ല. എനിക്ക് തോന്നുന്നു റിബറിയൊക്കെ ഇത് പെസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള അക്കൗണ്ടുകൾ കുറെ ഉണ്ട്. ഷോർട്ട് ടൈമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അൽവാരസ്, എനിക്ക് തോന്നുന്നു ഈ അൽവാരസ് ഒന്നും എനിക്ക് തോന്നുന്നു എൻ്റെ ഒന്നും ഇല്ല. പിന്നെ കാരണം അന്നേരം നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല ഓൾറെഡി. പിന്നെ നമ്മൾ ബ്ലിറ്റ്സ് ആയിട്ടുള്ള സണ്ണുണ്ട്. ഇതൊക്കെ കുറെ പേരെടുത്ത് കുറച്ചെടുത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ റൊണാൾഡോ ഉണ്ട്, ഡൊണ്ണാരോമ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കാറാണ് ഗൈസ്. പിന്നെ ഒബ്ലാക്ക് ഒക്കെ ഉണ്ട്, GK. അത്യാവശ്യം നമ്മുടെ അലക്സാണ്ടറിനും ഉണ്ട്. ഇവരൊക്കെ നൈസാണ്. കാരണം ഡിഫൻസിലായാലും എന്താ പറയാ നല്ലൊരു കാർഡുകളെല്ലാം കണ്ടോ. റൊണാൾഡോന്റെ എനിക്ക് തോന്നുന്നു ഏതൊരു ബ്രോയിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കളിച്ചപ്പോൾ ഉണ്ടായിരുന്നു, ചെലഹനെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റീഫനോ ഫ്ലോർ എൻ്റെ ഉണ്ട് ഒരു കാർഡ്. പിന്നെ കായ് ഹവാർട്സിന് ഈ ഒരു കാർഡൊന്നും ഇല്ല കേട്ടോ, ശരിക്കും എൻ്റെ അടുത്ത് ഇല്ല. പിന്നെ ആൽബ,
സേ റോബോട്ട്, നക്കാറ്റയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മറ്റേ സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു നല്ലൊരു കാർഡാണ്, അവന് കിട്ടിയായിരുന്നു. പിന്നെ മസൂറോ, പിന്നെ നമ്മുടെ കോസ്റ്റ, ഡെൽപിയാരോനെ കണ്ട വയസ്സ്, SS റോയ് കോസ്റ്റയൊക്കെ ഉണ്ട്. കാരണം 4-ലെ എനിക്ക് തോന്നുന്നു ബെയിലൊക്കെ അത്യാവശ്യം ഉണ്ട്. കാരണം ഈ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ റാങ്ക് പുഷിംഗ് ഒക്കെ നല്ല കിടലിനായിട്ട് പോയിക്കോളും. ലാംബാർഡ് പിന്നെ ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് എന്താ പറയാ മച്ചാമാരെ, നമ്മുടെ പ്ലെയർ എക്സ്ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം പ്ലെയർ എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് എല്ലാ പ്ലേയേഴ്സും എടുക്കാനുള്ള പരിപാടിയാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കോയിനും പൊട്ടിക്കാട്ടോ ഗൈസ്. അപ്പം ഇനി കുറെ കക്കാർഡ് ഉണ്ട് കേട്ടോ മച്ചാന്റെ കയ്യിൽ, ബെക്കംബർ, പിന്നെ നമ്മുടെ പോർവേ പാക്കുകളായാലും അത്യാവശ്യം കാർഡുകളെല്ലാം ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ എംബാപ്പയുടെ കാർഡൊക്കെ എന്താ പറയാ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും മിക്കവാറും. പിന്നെ റൊണാൾഡോന്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പെസ്സിന്റെ റൊണാൾഡോനെ കുറച്ച് പേരിൽ ഞാൻ കണ്ടായിരുന്നു. യമാലിന്റെ ഷോർട്ട് ടൈം, പിന്നെ നമ്മുടെ ഡിബല്ലേന്റെ, പിന്നെ യമാലിന്റെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡീപ്പോളിന്റെ എന്റെ ഇല്ല മച്ചാമാരെ. പിന്നെ നമ്മുടെ എഡ്ഗറിന്റെ ഒക്കെ ഉണ്ട് സെക്കൻഡില്. സിൽവയൊക്കെ ഷോർട്ട് ടൈം അന്ന് വന്നതാണ് ശരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും നല്ലൊരു അക്കൗണ്ടാണ്. കാരണം സ്റ്റീഗനൊക്കെ ഉണ്ട് ഗൈസ്. ഇന്നലെ നമ്മളൊരു 1vs1 കളിച്ചായിരുന്നു രാത്രി. പിന്നെ ഗൈസ് അപ്പോൾ എന്താ പറയാ കൗണ്ടന്റ് നല്ല CD കാർഡ് ഉണ്ട് 96. എനിക്ക് തോന്നുന്നു 101 റേറ്റിംഗും അല്ല 98 പോകുള്ളൂ. ഇത് നമ്മുടെ പെസ്റ്റ് ടൈമിലുള്ളതുകൊണ്ട് ഗൈസ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഫെലിക്സ് ആണ്. ഓൾറെഡി ഗൈസ് നമ്മുടെ SS 96 എനിക്ക് തോന്നുന്നു ഫെലിക്സിന് മിക്കവാറും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഫെലിക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നല്ലൊരു കാർഡാട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയാ ഫെലിക്സ് അത്യാവശ്യം അടിച്ചു കയറിക്കോളും. കാരണം ഞാൻ ഇന്നലെ ഒരു ബ്രോയിന്റെ അടുത്ത് കളിച്ചായിരുന്നു. ഫെലിക്സ് അത്യാവശ്യം നല്ല എന്താ പറയാ അസിസ്റ്റ് ആയാലും ആ ഒരു ഗോള്, അതായത് ഡിവിഷൻ മാച്ചിലായാൽ പോലും ഫെലിക്സ് അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഞാനത് ഉറപ്പായിട്ടും വീഡിയോ ഇടാട്ടോ ഗൈസ്. അപ്പം ടക്കാക്കര എന്നൊക്കെ പറഞ്ഞ പ്ലെയർ ഉണ്ട്, ബെർഗോമി, പിന്നെ പെറ്റിറ്റ്, പിന്നെ മെൻഡേറ്റ, പിസാരോ ഗൈസ്. മറഡോണ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും. പിന്നെ കാഫൂന്റെ ഒക്കെ കുറെ കാർഡുകളുണ്ട്, ക്യാൻഡല്ല, പിന്നെ നമ്മുടെ റോബർട്ടോ കാർലോസ്. പിന്നെ ഓൾറെഡി ഗൈസ് ഇനിയിപ്പോ മറ്റേ പ്ലെയറിന്റെ ഇതിനകത്ത് വരണം. ഇക്കർ കസിനിയാസ് ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കയ്യിൽ കുറച്ച് പേര് ഉണ്ട് കേട്ടോ. കാരണം ഞാനത് മാച്ച് കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് പലരുടെയും കയ്യിൽ. പിന്നെ നമ്മുടെ ഈ ഒരു റൊണാൾഡോ കാർഡ്, വാൻബാസ്റ്റിന്റെ കാർഡ്, പിന്നെ ഷോർട്ട് ടൈമുകൾ അത്യാവശ്യം കിടിലിനോളം ഉണ്ട് കേട്ടോ ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം മച്ചാമാരെ എത്രത്തോളം ഈ ഒരു അക്കൗണ്ട് വെറുതെ കൊടുക്കണം. കാരണം ഈ ഒരു അക്കൗണ്ട് സെയിലൊന്നും അല്ല കേട്ടോ മച്ചാമാരെ. കാരണം ഓൾറെഡി എന്താ പറയാ ഇപ്പോൾ മിക്കവാറും സെയിൽ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഇത്രയും നല്ലൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ അത്രയും നല്ല പർച്ചേസിങ്ങും ടൈമും എടുത്തിട്ടുണ്ട്. അപ്പം മച്ചാമാരെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അക്കൗണ്ടുകൾ പോകുന്നുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം 8000 കോയിന്റെ ഒക്കെ ആരൊക്കെയോ അക്കൗണ്ടുകൾ വിൽക്കലും വാങ്ങലൊക്കെ ഉണ്ട്. അല്ല നമ്മൾ നടത്തുന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അല്ല വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സെയിൽ ചെയ്യുന്നൊന്നുമില്ല, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പൊന്നും ആയിട്ടില്ല. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ വരുമ്പോഴത്തേനും. പിന്നെ ഗൈസ് കുറെ നമ്മുടെ ജാപ്പനീസും ചൈനീസ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. എൻഡോ, ഇൻസാഗി പിന്നെ ഓൾറെഡി അനിമി കാർഡാണ്. ഇത് നമ്മുടെ അടുത്തില്ല, പക്ഷെ വേറൊരു സാധനമുണ്ട്. പിന്നെ വിക്ടറോ അതുണ്ട് കേട്ടോ, വിക്ടർ ബയ്യ. മാനോണിയർ എൻ്റെ അടുത്ത് ബേസ് അല്ല അനിമിയാണ്, അനിമി ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു അക്കൗണ്ടാണ്. സിൽവയുണ്ട്, ഗ്രീസ്മാനൊക്കെ നമ്മുടെ പോർവേ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ഒരു കാർഡുകളൊക്കെ ഇനി റീഫ്രഷ്മെന്റ് ടൈമിൽ വരാൻ ചാൻസ് ഉണ്ട്. ഹെർണാണ്ടസ്, പിന്നെ ബെക്കംബർ, റൊമാരിയോ, പാട്രിക് വിയേര, കന്നവേര, മെക്കലേല, ഡെൽപിയാരോ, മറഡോണ, റൈഗാർഡ്, ലാംബാർഡൊക്കെ ഒരു 4-5 കാർഡ് മച്ചാൻ്റെ കയ്യിലുണ്ട്. കക്കയുണ്ട്, ഈറ്റോയൊക്കെ എനിക്കൊന്ന് 3-4 ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ തന്നെ. പിന്നെ നമ്മുടെ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെ കേട്ടോ മച്ചാൻ ഇറക്കിയിരിക്കുന്നത്. കാരണം ഡാനി കാർവജലുണ്ട്. പിന്നെ എന്താ പറയാ എനിക്ക് തോന്നുന്നു വരുന്ന പാക്കുകൾ 1500 മാനേജർ പാക്കൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്ലേയേഴ്സ് കൂടി കിട്ടിയത്. കുറെ ഇനി ഗൈസ് എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ഓടോ സ്റ്റോയിച്ച്കോവൊക്കെ നമുക്ക് നല്ല കാർഡുകൾ ഇനിയും ഉണ്ട്. റോബർട്ടോ ആൽവാർഡേന്റെ കാർഡ് RWF, പിന്നെ ലാംബാർഡിന്റെ തന്നെ റൈഗാർഡിന്റെ ഒക്കെ നോക്കി. ഈ റൈഗാർഡും ടോട്ടി, മാൽഡിനി, ജെറാഡ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഗൈസ്. ഓൾറെഡി ജെറാഡ് എൻ്റെ കയ്യിൽ 2 ജെറാഡ് ഉണ്ട്. ഒന്ന് നമ്മുടെ പണ്ടത്തെ പെസ്സിന്റെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ജെറാഡ് ഉണ്ട്, ഞാൻ ഉറപ്പായിട്ട് അത് ഇറക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കക്കറിലില്ലേ ഗൈസ്, അതുപോലെ കവാനി, ഇവരൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പുയോള്, പിന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറെ പേരുണ്ട്, കോമാറിൽ എന്ന് പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു അക്കൗണ്ടാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം സാബി അലോൺസ് ഒക്കെ ഉണ്ട്. പിന്നെ 4 ലാൻ ഉണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ കയ്യിൽ ഒരു 4 ലാൻ ഉണ്ട്. അല്ല 4 ലാൻ ഒരു 2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനത് എൻ്റെ അക്കൗണ്ട് റിവ്യൂ ചെയ്യുമ്പോഴത്തേനും നമുക്ക് സെറ്റാക്കാം കേട്ടോ. ലൂയിസ് ഫിഗോ, സാവി, ഡെൽപിയാരോ തന്നെ ഇപ്പൊ കുറെ പ്രാവശ്യമായിട്ടുണ്ട്. ഗുട്ടി, ബെല്ലെറ്റി, പിന്നെ കുറെ നമ്മുടെ ഇതുണ്ട് ഹൈലൈറ്റ് കാർഡുകൾ കുറെ എണ്ണം ഉണ്ട്. പിന്നെ റാഷ്ഫോർഡിന്റെ പെസ് ടൈമിലുണ്ടായിരുന്ന ഒരു കാർഡുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു കാർഡാണ് കഴിച്ചത്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക എന്തായാലും മച്ചാമാരെ ഈ ഒരു അക്കൗണ്ട് എന്തായാലും നടത്തും. ഞാനിപ്പോൾ 3ാമത്തെ ടൈമാണ് ഞാൻ പറയുന്നത്. റേറ്റിംഗ് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ മച്ചാമാരെ. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിച്ച് പവർ ആക്കാം. നമുക്ക് ഉറപ്പായിട്ടും
കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ മച്ചാമാര് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കാരണം നമ്മൾ ജസ്റ്റ് ഒരു എന്തായാലും അക്കൗണ്ട് റിവ്യൂ, കാരണം പണ്ടൊരു ജനറേറ്റർ ഉണ്ടായിരുന്നു അതിപ്പോ പോയി എന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എമൗണ്ട് എത്ര ഉണ്ടായിരുന്നു നോക്കാം മച്ചാമാരെ. അപ്പോൾ ജസ്റ്റ് ഇന്നൊരു അക്കൗണ്ട് റിവ്യൂ ആയിരുന്നു. ഉറപ്പായിട്ട് എന്റെ അക്കൗണ്ട് റിവ്യൂ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. കുറച്ച് എപ്പിക് പാക്കുകളും കൂടെ സെറ്റ് ആക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്താ പറയാ, ഇപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ല, റേറ്റിംഗ് കാര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ സെറ്റ് ആക്കേണ്ട. അപ്പോൾ ഉറപ്പായിട്ട് മച്ചാമാരെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാം ലൈക്ക് അടിച്ച് പവർ ആക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ് ചെയ്യുക മച്ചാമാരെ. നമ്മൾ അടുത്ത റോഡ് ടു 8K ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക മച്ചാമാരെ. അപ്പോൾ നമ്മൾ നാളെ നമ്മുടെ റിവ്യൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിട്ട് വരുന്നവരേക്കും നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക മച്ചാമാരെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.